എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നുള്ളത് മുതുകോര മലയിലാണ്. മുതുകോര മല പ്ലാപ്പില സ്ഥലത്തുള്ള ഒരു അടിപൊളി റിസോർട്ടാണ് മൺവീട്. മുതുകോര മല ട്രക്കിങ്ങും പിന്നെ വാഗമണൊക്കെ ഇവിടെ നിന്ന് വളരെ അടുത്താണ്. ഇവിടെ നിന്ന് നമുക്ക് ഉറുമ്പിക്കര, വാഗമൺ തുടങ്ങിയ ഇരാറ്റുപേറ്റ, ഇല്ലിക്കല്ല് തുടങ്ങിയ സ്ഥലത്തൊക്കെ പോകാൻ വളരെ എളുപ്പമാണ്. ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് മുതുകോര മല എന്നൊരു ഹിൽ സ്റ്റേഷൻ്റെ മുകളിലാണ്. മൺവീടിൻ്റെ ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റൂംസൊക്കെ പഴയകാല മോഡൽ ടൈപ്പ് റൂംസാണ്. അതിൻ്റെ ഡോറായാലും ശരി പഴയ ഓട് ടൈപ്പൊക്കെയാണ് ഇതിൻ്റെ റൂംസ്. ഓട് ടൈപ്പ് റൂമാണിത്. അതിൻ്റെ പ്രത്യേകത തന്നെ കണ്ടോ, അത് മൺ ടൈപ്പ് ആണ് അതിൻ്റെ ചുമരുകളൊക്കെ. പഴയ കാലത്തെ ഡോറൊക്കെയാണ് ഇതിലുള്ളത്. റൂമിൻ്റെ ഉള്ളിൽ ചെല്ലാം. കണ്ടോ, നല്ല അടിപൊളി റൂമാണ്. ഉള്ളിൽ നല്ല ഒരു ഡിസൈനാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട്. ഇവിടെ ഫാനിൻ്റെ ആവശ്യമില്ല, കാരണം അത്രയും തണുപ്പാണ് ഇവിടെ. എക്സ്ട്രാ ബെഡ് കിട്ടും നമുക്ക്. പിന്നെ ഷെൽഫുണ്ട്. അതേമാതിരി ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം എല്ലാ സൗകര്യവുമുള്ള ഒരു റൂമാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. മുമ്പിൽ തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് വാഗമൺ മലയും ഉറുമ്പിക്കര തുടങ്ങിയ വ്യൂ പോയിൻറ്റ്സൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. നല്ലൊരു വൈബാണ് ഇവിടെയുള്ളത്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. പ്രൈവസി, നഗരത്തിലെ ഒച്ചപ്പാടും ബഹളം നിന്നും നമുക്ക് പ്രൈവറ്റായിട്ട് ഇവിടെ വന്ന് നിൽക്കാം. കണ്ടോ, ഇവിടെയാണ് വാഗമണിൻ്റെ വ്യൂ പോയിൻറ്റ്സും ഇവിടെ ഉറുമ്പിക്കരയും മുണ്ടക്കയം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെയുള്ളത്. റിസോർട്ടിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഫാം ഹൗസ് തന്നെയാണ്. പലതരത്തിലുള്ള ചെടികളും വൃക്ഷങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതിലൂടെ നടന്നു പോയി നമുക്കതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ വ്യൂ പോയിൻ്റ് മുമ്പിലേക്ക് പോയി നോക്കാം അതിൻ്റെ കാഴ്ചകളെന്ന്. ചുറ്റും വൃക്ഷങ്ങളും പൂക്കളും ഒത്തിരി ചെടികളാണ് ഇവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിലൂടെ നടക്കുമ്പോൾ വളരെ ആനന്ദമാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു കാഴ്ച, ആ ഒരു ഫാം ഹൗസിൽ തന്നെയുള്ള സ്റ്റേ വളരെ അധികം നമ്മളെ സന്തോഷിപ്പിക്കും. അപ്പോൾ ഈ കാണുന്ന ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ എവിടെയാണ് ആ വ്യൂ പോയിൻ്റ് നമുക്ക് ഇരുന്ന് ആസ്വദിക്കാം. ഇത് ചുറ്റും ഇവർ പൂക്കൾ കണ്ടോ, നിറച്ചും പൂക്കളാണ് ഇവിടെയുള്ളത്. ഇതാണ് ഇവരുടെയൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാനത്. ഭക്ഷണം ഇവിടെ ആവശ്യപ്പെട്ടാൽ പാകം ചെയ്യും, ഇല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് അവർ കുക്ക് ചെയ്ത്, അതും വീട്ടിൽ നിന്നുണ്ടായ ഫുഡാണ് ഇവിടെ കുക്ക് ചെയ്ത് കൊണ്ടിരുന്നത്. അടിപൊളി നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടെ. ഇവിടെ നമുക്ക് ഇരുന്ന് ആസ്വദിച്ച് ഒക്കെ പോവാം. ഇപ്പോൾ ഇച്ചിരി കോടമഞ്ഞും ശകലം വെയിലൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് വ്യൂ അത്ര ക്ലിയർ അല്ല, പക്ഷേ നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടെയുള്ളത്. ഈ റിസോർട്ട് എത്തണമെങ്കിൽ നമുക്ക് കോട്ടയത്ത് ഇറങ്ങിയ ശേഷം മുണ്ടക്കയത്തിലേക്ക് ബസ് പിടിച്ച് പിന്നെ മുണ്ടക്കയത്തിൽ നിന്ന് ഇളംകാട് എന്നൊരു ചെറിയൊരു ഗ്രാമം എത്തണം. ഇളംകാട് എത്തുന്നതിന് മുമ്പായിട്ടൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ട്രാൻസ്പോർട്ട് എല്ലാം അടക്കമാണ് ഇവർ ഒരു ദിവസം 2500 രൂപ പെർ പേഴ്സൺ ആണ് ഇവരെ എടുക്കുന്ന ചാർജ്. അത് ഫാമിലിയൊക്കെ വരുമ്പോൾ അതിന് കണക്കായിട്ടുള്ള ഡിസ്കൗണ്ടൊക്കെ അവർ ചെയ്തു തരുന്നതാണ്. എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണ്. നമ്മുടെ ഫുൾ ഒരു ദിവസത്തെ ഫുഡും ട്രക്കിംഗ് ചാർജും സ്റ്റേയും എല്ലാം ഉൾപ്പെടെ ഒരാൾക്ക് 2500 ഇവർ ചാർജ് ചെയ്യുന്നത്. 2 ആൾ വരുമ്പോൾ ഒരു റൂമിൽ 2 പേർക്ക് ഷെയർ ചെയ്യാം. 3 പേർക്കൊക്കെ ഷെയർ ചെയ്യുന്ന റൂംസ് ഉണ്ട്, ഡോർമെട്രീസ് ഉണ്ട്.
അപ്പോൾ അതിനനുസരിച്ച് അവർ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതാണ്. നമുക്കിതിൻ്റെ ഫാം ഹൗസിലേക്ക് പോവാം. റിസോർട്ടിൻ്റെ കോമ്പൗണ്ട്. നമുക്കിതിൽ ആദ്യം ഇതിൽ ചെറിയൊരു മീൻകുളമുണ്ട്, അത് നമുക്ക് കാണാം. അതുപോലെ ചെടികൾ ഇവിടെയുണ്ട്, പലതരത്തിലുള്ള പൂക്കൾ, പലതരത്തിലുള്ള ഇതിവിടെയുണ്ട്. കേട്ടോ, എന്ത് ഭംഗിയാണ് ഇത് കാണാൻ. ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ കിടിലൻ തന്നെയാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ചിന്തിക്കേണ്ട, ഇതാണ് ഇവരുടെ ചെറിയൊരു കുളം സെറ്റപ്പാക്കി വെച്ചിരിക്കുക. കുറച്ചൊക്കെ മീനുണ്ട്. ഇവരുടെ ഇത് വാട്ടർ ഇവിടെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാനും ഒക്കെ ഇതാണ് ഉപയോഗിക്കുക. നല്ല ഫ്രഷ് വാട്ടറാണ്, പ്രത്യേകിച്ച് മലേൻ്റെ മുകളിൽ നിന്ന് വരുന്നത്. ഇതാണ് കണ്ട ഇവരുടെ റൂംസിൻ്റെ പ്രത്യേകതയാണ്. പഴയ തരം മോഡൽ ഓടിട്ട സ്റ്റൈല്, പഴയതരം ജനലുകൾ, വാതിലുകൾ, ചുറ്റും പൂക്കളും ചെടികളും. അതൊരു കാഴ്ച തന്നെ, അനുഭവം തന്നെയാണ്. ഇതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിധ ശല്യവും സൗണ്ടും ഒന്നുമില്ല. വളരെ കൂൾ പ്ലേസാണ് ഇത്. സിംഗിളായിട്ടുള്ള ഇവരുടെ റൂമാണ്, ചെറിയൊരു റൂം ഇവരുടെ. പിന്നെ എത്ര ചെടികളാണ് നോക്കി. ഇവർ പിടിപ്പിച്ച പുല്ലുകളാണിത്. കണ്ടോ, ഇത് ഇവരിവിടെ ഈ മലയിലുള്ളതല്ല, ഇവർ വാങ്ങിച്ച് ഇവിടെ പിടിപ്പിച്ചതാണ്. അത് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കായ് കാണാൻ. ഇത് ഇവർ വാങ്ങിച്ച് പിടിപ്പിച്ച പ്രത്യേകതരം പൂവാണ്. പക്ഷികളൊക്കെ ഇഷ്ടം പോലെ പക്ഷികളുടെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാം. ഇതാണ് ഇവരുടെ ഈ ചുറ്റുമുള്ള നല്ല കണ്ട പഴയതരം മോഡൽ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കിയ റൂംസാണ്. നല്ല കാഴ്ചയാണ് ഇവിടെയുള്ളത്. പിന്നെ പലതരത്തിലുള്ള പ്ലാന്റ്സ്, പൂക്കളൊക്കെ ഇതിൽ നല്ലൊരു ആംപിയർ തന്നെ, ഒരു വൈബ് തന്നെയാണ് ഇവർ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ മരങ്ങളും ഇവിടെയുണ്ട്. ചാമ്പയ്ക്കയുടെ മരം, പിന്നെ ചക്കയുടേത്, പ്ലാവിൻ്റെത്, പിന്നെ മാവിൻ്റെത്, അങ്ങനെ ഒത്തിരി ഉണ്ട് ഇവിടെ കാഴ്ചകൾ കാണാൻ. പാർക്കിങ്ങും പിന്നെ ഗ്രൗണ്ടായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇതാണ് ഇവരുടെ ക്യാൻറ്റീൻ, അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാം. ഇത് ഇവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സ്ഥലം. ഇവിടെയാണ് ക്യാൻറ്റീനും ഉള്ളത്. ഇതിൻ്റെ ഡിസൈൻ തന്നെ നല്ല രസമുണ്ട് കാണുക, കാഴ്ച. പഴയ ടൈപ്പ് ആ ഒരു സാധനം. പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ ഡിസൈൻസൊക്കെ അടിപൊളിയാണ്, കുപ്പിയൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇവിടെയാണ് ഇവരുടെ ക്യാൻറ്റീനും. ചെറിയ ചെടികളുണ്ട്, കാരണം ഇതിവിടെ അധികം കണ്ടോ, ഇച്ചിരി പുളിയുള്ള ഒരു ഫ്രൂട്ടാണിത്, പേരെനിക്കറിയില്ല. ഇതാണ് മൺവീടിലെ കാഴ്ചകളൊക്കെ. കണ്ടോ, എന്ത് ഭംഗിയാണ് പൂമ്പാറ്റകളുടെ. ഇതാണ് മൺവീട് എന്ന മുതുകുര മലയിലെ റിസോർട്ടിൻ്റെ കാഴ്ചകൾ. എല്ലാവർക്കും കാഴ്ചകളും ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക.